സ്വന്തം വകുപ്പിന്റെ ചടങ്ങ് ബഹിഷ്കരിച്ച് ഉദ്യോഗസ്ഥരെ ശകാരിച്ചുകൊണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് മന്ത്രി തന്നെ ബഹിഷ്കരിച്ച് നിർദ്ദേശിച്ച സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാഞ്ഞതായിരുന്നു പ്രകോപനത്തിന് കാരണമായത്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ അപാകത സംഭവിച്ചിരുന്നു. കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് 52 വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി ഈ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. മാത്രമല്ല, ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പാർട്ടിക്കാരും എൻ്റെ പേഴ്സണൽ സ്റ്റാഫും KSRTCയിലെ ജീവനക്കാരും മാത്രമാണ്. ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ പേരിൽ നാളെ നടപടിയെടുക്കും. ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. ഇതിന്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ ആരാണ്? കാരണം കാറ് കയറ്റിയിട്ട പൊട്ടുന്ന ടൈൽസ് ആണ് ഇവിടെ ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും. എല്ലാവരും ക്ഷമിക്കണം. ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. ഇത് ഞാനിവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് പരിപാടി മാറ്റിവെക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നടപടിയെടുക്കും. ഒരാളെയും ഈ പരിപാടിയിൽ എൻ്റെ പാർട്ടിക്കാരിരിപ്പുണ്ട് തിരുവനന്തപുരത്തുള്ള, പിന്നെ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരിരിപ്പുണ്ട്, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടിരാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അതിന് നടപടിയെടുക്കും. എല്ലാവരും ക്ഷമിക്കണം. പരിപാടി റദ്ദാക്കും. ആനന്ദകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, വകുപ്പ് മന്ത്രി തന്നെ ആ പരിപാടി റദ്ദാക്കേണ്ടി വരുന്നു എന്ന് ഖേദത്തോട് പറയുകയാണ്. എന്താണ് സംഭവിച്ചത്? സംഘാടനത്തിലെ പിഴവാണോ മന്ത്രിയെ ചൊടിപ്പിച്ചത്? പ്രജീഷ്, അല്പസമയം മുമ്പ് തിരുവനന്തപുരത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കനകക്കുന്ന് പാലസിൽ വെച്ചിട്ടായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. 52 വാഹനങ്ങൾ സർക്കാർ മോട്ടോർ വാഹന വകുപ്പിന് അനുവദിച്ച് നൽകിയ 52 വാഹനങ്ങൾ അത് വിവിധ ജില്ലകളിലെ ഓഫീസുകളിലേക്ക് നൽകേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള വാഹനങ്ങളാണ്. ആ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് കനകക്കുന്ന് പാലസിൽ വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. വാഹനങ്ങൾ എത്തി, മന്ത്രിയും എത്തി. മന്ത്രി എത്തിയപ്പോഴാണ് അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലല്ല വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് കനകക്കുന്ന് പാലസിന്റെ മുന്നിൽ നല്ല ഷോയായിട്ട് വാഹനങ്ങൾ നിരത്തിയിട്ട് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമെന്നാണ്. പക്ഷേ തീരെ ശുഷ്കമായ സദസ്സും വാഹനങ്ങളെല്ലാം കനകക്കുന്ന് പാലസിന്റെ പുറത്തും വളപ്പിന് പുറത്തും കിടക്കുന്നതാണ് മന്ത്രി കണ്ടത്. ഇതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. അത് കുറേ നേരം അദ്ദേഹം ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ചടങ്ങ് ഔദ്യോഗികമായി തുടങ്ങുമ്പോഴാണ് ഈ ചടങ്ങ് മതിയാക്കാൻ നിർദ്ദേശം നൽകുന്നത്. മാത്രമല്ല, മന്ത്രി തന്നെ ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സ്ഥലം MLA VK പ്രശാന്ത് എത്തിയിരുന്നു. അദ്ദേഹത്തോടും മന്ത്രി മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ക്ഷമ ചോദിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോടും ക്ഷമ ചോദിച്ചു. മാത്രമല്ല, ഈ വീഴ്ച സംഭവിച്ച കാര്യത്തിൽ ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഈ ചടങ്ങിൽ ഞാൻ കാണുന്നത് എൻ്റെ തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകരും KSRTC ജീവനക്കാരും മാത്രമാണ്. MVDയിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും അല്ലെങ്കിൽ മറ്റ് ജനങ്ങളെ ആരെയും ഈ ചടങ്ങിലേക്ക് പങ്കെടുപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അത് പരാജയമാണെന്നാണ് മന്ത്രി പറയുന്നത്. ഏതായാലും സ്വന്തം വകുപ്പിൽ ഇത്രയധികം വാഹനങ്ങൾ. പ്രതികരണം, മന്ത്രിയുടെ ക്ഷോഭത്തോടുകൂടിയുള്ള പ്രതികരണം ഒന്നുകൂടി കേൾക്കാം. പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ അപാകത സംഭവിച്ചിരുന്നു. കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് 52 വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി ഈ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. മാത്രമല്ല, ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പാർട്ടിക്കാരും എൻ്റെ പേഴ്സണൽ സ്റ്റാഫും KSRTCയിലെ ജീവനക്കാരും മാത്രമാണ്. ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ പേരിൽ നാളെ നടപടിയെടുക്കും. ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. ഇതിന്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ ആരാണ്? കാരണം കാറ് കയറ്റിയിട്ട പൊട്ടുന്ന ടൈൽസ് ആണ് ഇവിടെ ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും. എല്ലാവരും ക്ഷമിക്കണം. ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. ഇത് ഞാനിവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് പരിപാടി മാറ്റിവെക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നടപടിയെടുക്കും. ഒരാളെയും ഈ പരിപാടിയിൽ എൻ്റെ പാർട്ടിക്കാരിരിപ്പുണ്ട് തിരുവനന്തപുരത്തുള്ള, പിന്നെ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരിരിപ്പുണ്ട്, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടിരാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അതിന് നടപടിയെടുക്കും. എല്ലാവരും ക്ഷമിക്കണം. പരിപാടി റദ്ദാക്കും. അനന്തൻ,
അറിയാമല്ലോ KSRTCയുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്ന പുതിയ വാഹനങ്ങൾ ഒരെണ്ണമാണെങ്കിൽ പോലും ഇറങ്ങുമ്പോൾ അത് മന്ത്രി വലിയ ഒരു കളർഫുള്ളാക്കി വലിയ ഷോ ഒക്കെ ആക്കി മാറ്റാറുള്ളതാണ് പതിവ്. ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിന് കിട്ടുന്ന ഇത്രയധികം വാഹനങ്ങൾ അപ്പോൾ മന്ത്രി പ്രതീക്ഷിച്ചതുപോലെ ഒരു പൊലിമ ഇതിനുണ്ടായില്ല. അപ്പോൾ അങ്ങനെയുള്ള വീഴ്ച വരുത്തിയ സംഭവത്തിൽ എവിടെയാണ് പിഴവ് പറ്റിയെന്നാണ് മന്ത്രിയുമായി ബന്ധപ്പെടുമ്പോൾ ഇതിന് ശേഷം ഈ പരിപാടി റദ്ദാക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. മാത്രമല്ല വേറെ ഉദ്യോഗസ്ഥന്റെ കൂടി പേര് പറയുന്നുണ്ടല്ലോ, കാരണം ടൈല് പൊട്ടും, അതുകൊണ്ടാണ് അവിടെ ഒരു അനുമതി ഇല്ല നിഷേധിച്ച ഉദ്യോഗസ്ഥന്റെ ഒക്കെ പേരെടുത്ത് പറയുകയാണ് മന്ത്രി. അപ്പോൾ ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള നടപടികൾ ഇനിയും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. കാരണം തിരുവനന്തപുരത്ത് ഇതുപോലെ ഔദ്യോഗിക വാഹനങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് പോലീസിലും KSRTCയിലും ഒക്കെ നടക്കാറുണ്ട്. പോലീസിന്റെ തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ വളരെ വിപുലമായി നല്ല ഷോ ആയിട്ടാണ് ചെയ്യുന്നത്. KSRTCയുടെ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുന്നതും മന്ത്രി അത് ഗംഭീരമായിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ വാഹനങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ അത് ചടങ്ങ് ഒട്ടും പൊലിമയില്ലാതെ ഒരു ഓർഡറും ഇല്ലാതെ വാഹനങ്ങൾ ആ കനകക്കുന്ന് പാലസിലേക്കുള്ള വഴിയിലെല്ലാം കൊണ്ടിട്ടിട്ട് ഓരോ വാഹനങ്ങളായി മുകളിലേക്ക് വിളിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുക എന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥർ സംഘടിപ്പിച്ചത്. മന്ത്രി ഉദ്ദേശിച്ചത് ആ പാലസിന്റെ വളപ്പിനുള്ളിൽ വാഹനങ്ങളെല്ലാം നിരത്തിയിട്ട് അതൊരു ഗംഭീര ചടങ്ങായി മാറും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷിച്ച കാര്യം അവിടെ കണ്ടില്ല. മാത്രമല്ല ഇപ്പോൾ പുതിയൊരു പ്രശ്നം കൂടി ഉള്ളത്, ഈ മന്ത്രി ബഹിഷ്കരിച്ച് സ്ഥലം വിട്ടു. പക്ഷേ ഈ വാഹനങ്ങൾ ഓരോ ജില്ലകളിലെ ഓഫീസുകൾക്ക് ഉള്ളതാണ്. ബന്ധപ്പെട്ട ഓഫീസർമാർ ഈ വാഹനം കൈപ്പറ്റുകയും ചെയ്തു. ഇപ്പോൾ മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യാതിരിക്കുകയും ആ ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്തതോടെ ഈ വാഹനവുമായി അതത് ജില്ലകളിലേക്കുള്ളവർക്ക് പോകാനും പറ്റില്ല, കനകക്കുന്ന് പാലസിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല. പക്ഷേ ആ വാഹനങ്ങൾ കനകക്കുന്ന് പാലസിന്റെ വളപ്പിൽ ഇടാനും പറ്റാത്തൊരു സ്ഥിതി, അങ്ങനെ ഒരു ആശയക്കുഴപ്പവും ധർമ്മസങ്കടവും ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ട്. ഏതാണ്ട് ഒരു ബുദ്ധിമുട്ട് കാണും. എന്തായാലും അല്പം വിചിത്രമായ കാര്യങ്ങളാണ് നടന്നത്.